അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, 3 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ അവർ ഒരു മലയുടെ താഴ്വാരത്തെത്തി. എന്നാൽ അതിശക്തമായ മഴ പെയ്തു. മഴയിൽ നിന്നും രക്ഷപ്പെടാനായി അടുത്തു കണ്ട ഗുഹയിൽ കയറി അവർ 3 പേരും സുരക്ഷിതരായിരുന്നു. എന്നാൽ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ടു വീണ് ആ ഗുഹയുടെ മുൻഭാഗം അഥവാ വായ്ഭാഗം അടഞ്ഞുപോയി. 3 പേർക്കും പുറത്തു കടക്കാൻ യാതൊരു മാർഗവുമില്ലാതായി. അവർ വളരെയധികം കഷ്ടപ്പെട്ടു. വളരെയധികം വിഷമപ്പെട്ട് പുറത്തിറങ്ങാൻ യാതൊരു മാർഗമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അവർ 3 പേരിൽ ഒരാൾ പറഞ്ഞു, നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നല്ല പ്രവൃത്തികൾ കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. എന്നാൽ നമുക്ക് പുറത്തു കടക്കാൻ അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരും. അങ്ങനെ അവരിൽ നിന്ന് ഒരാൾ, അള്ളാഹുവേ, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് എല്ലാ ദിവസവും രാത്രി പാല് കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ഞാൻ പാലുമായി ചെന്നപ്പോൾ അവർ ഉറങ്ങിപ്പോയി. അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താതെ ഞാൻ അവിടെ തന്നെ കാത്തിരുന്നു. അങ്ങനെ അവർ ഉണർന്നപ്പോൾ ഞാൻ അവർക്ക് പാല് നൽകി. പടച്ചവനെ, ഇത് ഞാൻ നിന്റെ നന്മ മാത്രം ഉദ്ദേശിച്ച് ചെയ്ത പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയുടെ സത്യം കൊണ്ട് ഈ കല്ലിന് നീക്കിത്തരണമേ തമ്പുരാനെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ കല്ല് അല്പം നീങ്ങി. എന്നാലും അവർക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. അവരിൽ രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എനിക്ക് എൻ്റെ സഹോദര പുത്രിക്ക് തുല്യമായ ഒരു പെൺകുട്ടിയോട് ഒരു പ്രണയമുണ്ടായി. ഞാൻ അവളെ തെറ്റിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അവൾ എന്നോട് അള്ളാഹുവിനെ ഭയപ്പെടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്നു. ഇത് ഞാൻ നിന്റെ നന്മ ഉദ്ദേശിച്ച് ചെയ്ത പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആ പ്രവൃത്തിയുടെ കരുണ കൊണ്ട് നീ പാറക്കല്ല് നീക്കിത്തരണേ തമ്പുരാനെ എന്ന് രണ്ടാമത്തെ വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ ആ കല്ല് അല്പം കൂടി നീങ്ങി. എന്നാൽ അവർക്ക് പുറത്തു കടക്കാനായില്ല. മൂന്നാമത്തെ വ്യക്തി, അള്ളാഹുവേ, എൻ്റെ അടുക്കൽ ഒരാൾ കുറച്ച് സമ്പത്ത് സൂക്ഷിക്കാൻ തന്നിരുന്നു. എന്നാൽ അദ്ദേഹം അത് മറന്നുപോയി. എന്നാൽ ആ സമ്പത്ത് കൊണ്ട് ഞാൻ കച്ചവടം ചെയ്യുകയും വളരെയധികം കാശ് സമ്പാദിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ നിന്റെ കാരുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ആ സമ്പത്ത് മുഴുവനും അദ്ദേഹത്തിന് തിരിച്ചു നൽകി. ഇത് ഞാൻ നിന്റെ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ച് ചെയ്ത നന്മയാണ്. ഈ നന്മയുടെ ഹക്ക് കൊണ്ട് ഈ പാറക്കല്ലിനെ നീക്കിത്തരണേ തമ്പുരാനെ എന്ന് മൂന്നാമത്തെ ആളും പ്രാർത്ഥിച്ചപ്പോൾ പാറക്കല്ല് അല്പം കൂടി നീങ്ങി. അങ്ങനെ അവർക്ക് 3 പേർക്കും പുറത്തു കടക്കാൻ സാധിച്ചു. സഹോദരങ്ങളെ, നാം ചെയ്യുന്ന ഓരോ നന്മകളും എത്ര ചെറുതാണെങ്കിലും ഒരു നാൾ നമ്മുടെ രക്ഷയ്ക്കെത്തുക തന്നെ ചെയ്യും. അതിനാൽ നാം നന്മയുള്ളവരായി തീരണം. ഇത് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു നല്ല ദീർഘായുസ്സും നന്മയും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.